കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, കോർ ബാങ്കിങ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഏതെല്ലാം തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളാണ് ഉള്ളത് എന്ന് നോക്കാം. സ്കോളർഷിപ്പിൻ്റെ ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ടോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കുടുംബശ്രീകളും സ്വാശ്രയ സംഘങ്ങളൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിലും ഒരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, പലിശയായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇനി സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് എത്ര തവണ വേണമെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ വിഡ്രോ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു നിശ്ചിത തവണ കൂടുതൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനവർ സർവീസ് ചാർജ് ചുമത്തും. അത് ഓരോ ബാങ്കുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ചാർജുകളാണ്. അടുത്ത ഫീച്ചർ, സേവിങ്സ് അക്കൗണ്ടുകൾക്ക് പലിശ, ഇൻട്രസ്റ്റ് ലഭിക്കും എന്നതാണ്. സാധാരണയായിട്ട് വർഷത്തിൽ 4 മുതൽ 6% വരെയാണ് പലിശ സേവിങ്സ് അക്കൗണ്ടിൽ ലഭിക്കാറ്. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കുറവാണ്. സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ബാങ്ക് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് തുടങ്ങിയ സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. സേവിങ്സ് അക്കൗണ്ടുമായി സാമ്യമുള്ള അടുത്ത ബാങ്ക് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിനെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, കറണ്ട് അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റുകൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഇല്ല. എത്ര തവണ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബിസിനസ്സുകാരും വലിയ കമ്പനികളും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. കറണ്ട് അക്കൗണ്ടിലെ സേവിങ്സിന് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവില്ല. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യാം. സാധാരണയായിട്ട് ഈ മെച്യൂരിറ്റി ഒക്കെ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി? അവരുടെ അക്കൗണ്ടിലുള്ള ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാനുള്ള അവസരം. അതായത് ഒരു ലോൺ പോലെ നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിൽ, ഈടൊന്നുമില്ലാതെ. അതാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇത്രയാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. അടുത്തത് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. RD എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓരോ മാസവും ഒരു നിശ്ചിത തുക അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ അടയ്ക്കുന്ന അക്കൗണ്ടിനെയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് നോക്കാം. ആളുകൾക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇൻഡിവിജ്വലായിട്ടും ജോയിൻ്റ് ആയിട്ടും, അതായത് ആളുകൾ ചേർന്നിട്ടും റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേരാവുന്നതാണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക 50 രൂപയ്ക്ക് മുകളിൽ കൃത്യമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. 50 എന്നുള്ളത് ഒരു ജനറൽ ഫിഗറാണ്. ചില ബാങ്കുകളിൽ അത് വ്യത്യാസമുണ്ട്. സാധാരണയായിട്ട് RDയുടെ കാലാവധി എന്ന് പറയുന്നത് 6 മാസം മുതൽ 120 മാസം വരെയാണ്. RD കറണ്ട് അക്കൗണ്ട് പോലെയല്ല. വർഷാവസാനം നമുക്ക് പലിശ കിട്ടും. ഈ പലിശ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും. RDയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ബാങ്ക് അക്കൗണ്ടിൽ ജോയിൻ ചെയ്യുന്നത് പോലെ ബാങ്ക് നമുക്ക് പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു 6 മാസം മുതൽ 120 മാസം വരെയാണ് RDയുടെ കാലാവധി. അത് നമുക്ക് തീരുമാനിക്കാം. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ തീരുമാനിച്ചതിന് മുമ്പായിട്ട് ഇത് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പെനാൽറ്റി ബാങ്ക് ചാർജ് ചെയ്യും. ഇത്രയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സ്. അടുത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു നിശ്ചിത കാലത്തേക്ക് ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഫിക്സഡ് ഡെപ്പോസിറ്റിന് എപ്പോഴും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം എത്രയാവാം. സാധാരണയായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും RDനേക്കാളും കൂടുതൽ പലിശ കിട്ടും. ഇനി ഫീച്ചേഴ്സ് നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് എ വൺ ടൈം ഡെപ്പോസിറ്റ് ആൻഡ് വൺ ടൈം ടേക്ക് അവേ അക്കൗണ്ട്.
അതായത് നമ്മൾ നേരത്തെ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ പറഞ്ഞതുപോലെ തവണകളായിട്ടല്ല ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഒരു വൺ ടൈം ഡെപ്പോസിറ്റാണ്. അതുപോലെ ഇത് വിഡ്രോ ചെയ്യുന്നതും ഒരു വൺ ടൈം വിഡ്രോവലും ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ കൂടിയ പലിശ നിരക്കാണ്. ഇത് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും റിക്കറിംഗ് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത് ആ ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ടും അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാലയളവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സാധാരണയായിട്ട് നമ്മൾ മുൻപ് തീരുമാനിച്ച മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്താണ് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് ചെയ്യുക. ഒരു പക്ഷേ അതിന് മുൻപ് പൈസ ആവശ്യപ്പെടുകയാണെങ്കിൽ ബാങ്ക് അതിന് നിശ്ചിത പൈസ പെനാൽറ്റി ആയിട്ട് ചാർജ് ചെയ്യും. ഇനി ചെറിയ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ബേസ് ചെയ്ത് ലോൺ എടുക്കാനുള്ള അവസരം കൂടെ പല ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സ്. അഞ്ചാമത്തത് NRI അക്കൗണ്ട്. ആരെയാണ് നമ്മൾ NRI എന്ന് വിളിക്കാറ്? കുറേ കാലങ്ങളായിട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾ അല്ലേ? 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളാണ് NRI, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ചില ആളുകൾ ബിസിനസ് ആവശ്യത്തിനും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പഠിക്കാനൊക്കെ വേണ്ടി പുറത്തു പോകാറുണ്ട്. ഇവരാണ് NRI. ഇങ്ങനെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ സേവിങ്സ് അക്കൗണ്ടോ റിക്കറിംഗ് ഡെപ്പോസിറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് NRI അക്കൗണ്ടുകൾ വേറെ തന്നെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്, NRO. NRI ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. NRO അക്കൗണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം. സേവിങ്സ് അക്കൗണ്ട് ആവാം, കറണ്ട് അക്കൗണ്ട് ആവാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആവാം. മാത്രമല്ല അവർക്ക് അതിന് കൃത്യമായിട്ട് നമുക്കിവിടെ ഇന്ത്യൻ റെസിഡൻറ്റിന് എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതേ പലിശ തന്നെ അവർക്കും കിട്ടും. മാത്രമല്ല ഇത് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ടും ഓപ്പൺ ചെയ്യാം. NRO അക്കൗണ്ടിൽ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പി ആയിട്ട് മാത്രമാണ്. അതായത് ഞാനിപ്പം അമേരിക്കയിൽ നിന്നാണ് പൈസ അയക്കുന്നതെങ്കിൽ അമേരിക്കൻ ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ പൈസയെ എനിക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് പ്രധാനമായിട്ടും 3 ഡിസഡ്വാൻറ്റേജുകളാണുള്ളത്. ഒന്നാമത്തത്, NRO അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് ടാക്സ് ഉണ്ട്. സാധാരണയായിട്ട് ഫോറിൻ കറൻസി നമ്മുടെ രാജ്യത്തേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിറ്റാണ്. എന്നാലും ആ ഫോറിൻ കറൻസി ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റിനും ടാക്സ് ഉണ്ട്. അത് NRO അക്കൗണ്ട് ഒരു ഡീമെറിറ്റാണ്. രണ്ടാമത്തത്, ബാലൻസ് ഹെൽഡ് ഇൻ NRO അക്കൗണ്ട് ക്യാൻ നെയ്തർ ബി റീപാട്രിയേറ്റഡ്. അതായത് NRO അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. മറിച്ച് ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, റിസ്ക് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ റുപ്പി ആയിട്ട് മാത്രമേ NRO അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ബാധിക്കും. ഇപ്പം ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറിനേക്കാൾ വീക്കാണെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിലുണ്ടായ ഫ്ലക്ച്വേഷൻ കൊണ്ട് മാത്രം ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വലിയൊരു നഷ്ടം ഉണ്ടാവും. ഈ 3 ഡിസഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ട് തന്നെ NRO അക്കൗണ്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് NRI ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയായിരിക്കും? റെൻറ്റ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പോലുള്ള ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം സേവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്താണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRE അക്കൗണ്ട്. NRE അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ NRO അക്കൗണ്ടുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ NRE അക്കൗണ്ടും ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം. സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആവാം. അതിന് നോർമൽ ഇന്ത്യൻ റെസിഡൻറ്റിന് കിട്ടുന്ന അതേ ഇൻട്രസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. NRE അക്കൗണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റീപാട്രിയേഷൻ അലൗ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് NRE അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷനാണ്. നമ്മൾ നേരത്തെ NRO അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ NRE അക്കൗണ്ടിലും ഫോറിൻ കറൻസി ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഹോം കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം.
അപ്പം ഫോറിൻ കറൻസീനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ അത് എപ്പോഴെങ്കിലും വിദേശ രാജ്യത്ത് ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ബാധിക്കും. മൂന്നാമത്തതാണ് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് FCNR. ഫോറിൻ കറൻസിയെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് FCNR. പക്ഷേ സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒന്നും FCNR ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് ടേം ഡെപ്പോസിറ്റ് മാത്രമേ FCNR ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് 1 മുതൽ 5 വർഷം വരെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അഥവാ ഈ 5 വർഷത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് ഇത് ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് അതിന് ഒരു പെനാൽറ്റി കൂടെ ഇമ്പോസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ബാങ്കുകളിലെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്: സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, NRI അക്കൗണ്ട്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ടേം ഡെപ്പോസിറ്റ്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുക്കുന്ന സമയത്ത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് അല്ലെങ്കിൽ ഡോക്യുമെൻസിനെയാണ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ട്രേഡ് ബിൽസ്, അക്കോമഡേഷൻ ബില്ല് തുടങ്ങിയവ. ഒന്നാമത്തത് ചെക്ക്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ ചെക്ക്. According to Section 6 of the Negotiable Instrument Act 1881, a check is a bill of exchange drawn upon a specified banker and payable on demand. അതായത് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പൈസ തന്നോളാം എന്നുള്ള വ്യവസ്ഥയിൽ എഴുതുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് ചെക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നയാളാണ് ഡ്രോ എന്ന് പറയുക. കുറച്ചധികം ക്യാഷ് ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം കൺവീനിയൻ്റ് ആണ്. ചെക്ക് നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ച് ചെക്കിൻ്റെ ഉപയോഗം വളരെ ഗുണകരമാണ്. അതുപോലെ ദിവസേന ബൾക്ക് എമൗണ്ട് ഓഫ് ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ അത് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചും വാങ്ങുന്ന ആളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ചെക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചെക്ക് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ബ്ലാക്ക് മണി, കള്ളപ്പണം എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇത്രയാണ് ചെക്കിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ചെക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെക്ക് ഒരു ലീഗൽ ടെൻഡർ അല്ല എന്നതാണ്. എന്താണ് ലീഗൽ ടെൻഡർ? ഇപ്പം റിസർവ് ബാങ്ക് 2000 രൂപയുടെ നോട്ട് പുറത്തിറക്കുമ്പോൾ അതിന് 2000 രൂപയുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ശരിയല്ലേ? ആ 2000 രൂപ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിന് തുല്യമായിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പക്ഷേ ഒരു ചെക്ക് ഉപയോഗിച്ചാൽ നടക്കില്ല. കാരണം ആ ചെക്ക് ബാങ്കിലെത്തുമ്പോൾ മാത്രമേ അതിന് ആ 2000 രൂപയുടേതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ പല കടക്കാരും ചെക്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ സമ്മതിക്കില്ല. സാധാരണയായിട്ട് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് ബുക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് ചെക്ക് ബുക്ക് വെച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്താം. ഈ വണ്ടി ചെക്ക് മടങ്ങുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അത് ഈ ചെക്കിൻ്റെ ഒരു ഡീമെറിറ്റാണ്. അങ്ങനെ ചെക്ക് മടങ്ങുകയാണെങ്കിൽ പിന്നെ അത് കോടതി വഴിയൊക്കെയാണ് സെറ്റിൽമെൻ്റ് ആക്കുക. ചെക്ക് മാറി ക്യാഷ് ആക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ ചെറിയ ചെറിയ എമൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസിനൊന്നും ചെക്ക് സ്യൂട്ടബിൾ അല്ല. ഇപ്പോൾ 100 രൂപയുടെ 500 രൂപയുടെ ഒന്നും ചെക്ക് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ചെക്ക് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസ് നടക്കില്ല. ഇത്രയാണ് ചെക്കിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ. രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DD. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ചെക്കുമായിട്ട് സാമ്യമുണ്ട്. പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഒരു വ്യക്തിയോ കമ്പനിയോ ആയിരിക്കും. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്കാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഡിഗ്രി അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്തത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് ആ ഫീസ് അടച്ച് ഡിഗ്രി എടുക്കുക.
എന്നിട്ട് ആ നമ്പർ വെച്ചിട്ടാണ് പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ കൊടുക്കുന്ന ക്യാഷ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. ആ ബാങ്കിലൊരു അക്കൗണ്ടിലെ പൈസ ആ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തത് ഗ്യാരണ്ടീഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റിലെ പൈസ ഗ്യാരണ്ടീഡ് ആണ്. നമ്മൾ നേരത്തെ ചെക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെക്ക് കൊടുക്കാം. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അങ്ങനെ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിൽ പൈസ കൊടുത്തിട്ടാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക. അപ്പം ചെക്കിലേതുപോലെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടീഡ് ആണ്. അടുത്തത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അത് കൊണ്ടുനടക്കാനായാലും കൈമാറ്റം ചെയ്യാനാണെങ്കിലും അതിൻ്റെ സെക്യൂരിറ്റീൻ്റെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും അത് കൺവീനിയൻ്റ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രോസ് ബോർഡർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ അവിടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു തവണ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നമ്മളൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യുന്നില്ല, അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത് ക്യാഷ് ആക്കണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ചെക്കിനേക്കാൾ കൂടുതലുള്ള ആക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ കള്ളനോട്ടൊക്കെ അച്ചടിക്കുന്നത് പോലെ ഫേക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കാനും ചീറ്റ് ചെയ്യപ്പെടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇന്നത്തെ ഭൂരിഭാഗം ബിസിനസ്സുകളിലും ക്യാഷ് സെയിൽ മാത്രമല്ല നടക്കാറ്, മറിച്ച് ക്രെഡിറ്റ് സെയിൽസ് നടക്കാറുണ്ട്. സാധനങ്ങൾ കടം കൊടുക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ കടം കൊടുക്കുമ്പോൾ എഴുതി ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. According to Negotiable Instruments Act 1981, a bill of exchange is an instrument in writing and containing an unconditional order signed by the maker directing certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. എന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടേൺ അൺകണ്ടീഷണൽ ഓർഡറാണ്. എന്താ റിട്ടേൺ അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കടക്കാരൻ പറഞ്ഞിരിക്കുന്ന തുക പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പായിട്ട് നിരുപാധികം കൊടുത്തോളാം എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ. റൈറ്റിംഗ് എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നോ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിൽ ഇത്ര തീയതിക്കുള്ളിൽ തിരിച്ച് തന്നോളണം എന്നുള്ളൊരു ഓർഡർ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് കടം വാങ്ങിയ ആളുടെ സിഗ്നേച്ചറും നിർബന്ധമാണ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പ്രധാനമായിട്ടും 3 പാർട്ടീസാണ് ഉണ്ടാവുക: ഡ്രോവർ, ഡ്രോയി, പേയി. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന ആളാണ് ഡ്രോവർ. അതുപോലെ ഡ്രോയി എന്ന് പറഞ്ഞാൽ ആരാണോ കടം കൊടുക്കുന്നത് അയാളാണ് ഡ്രോയി. അതുപോലെ ഇത് വാങ്ങിയ ആളാണ് പേയി. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രോവർ, ഡ്രോയി, പേയി എന്നിവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. സാധാരണയായിട്ട് ഒരു ഡേറ്റിലേക്കാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുക. അപ്പോൾ ആ ഡേറ്റിന് ശേഷം എപ്പോൾ ചോദിച്ചാലും ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥത പേയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഈ കടം വാങ്ങിയ ആൾ ഈ ഡേറ്റിന് ശേഷം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യാനും ആ പൈസ വാങ്ങിച്ചെടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് അത് കൈമാറ്റം ചെയ്യാം.
ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ കടം ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 10,000 രൂപ ഞാൻ മറ്റൊരാൾക്ക് പൈസ കൊടുത്തതിൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനിക്ക് മറ്റേ ആൾക്ക് കൊടുത്തിട്ട് എൻ്റെ കടം സോൾവ് ചെയ്യാം. അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് ഡിസ്കൗണ്ടിങ്. ആദ്യം തീരുമാനിച്ച ഡേറ്റിന് മുൻപായിട്ട് ഈ കടം തീർക്കുകയാണെങ്കിൽ ഈ ക്രെഡിറ്റർ ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും. അതാണ് ഡിസ്കൗണ്ടിങ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴും ഫോറിൻ പേയ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിക്കുക എന്നുള്ളതും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പ്രത്യക്ഷത്തിലെ ബാങ്കുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് കടം വാങ്ങിയ ആളും കടം കൊടുത്ത ആളും തമ്മിൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പെടുത്തിയത്? കാരണം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതായത് ഈ കടം കൊടുത്ത ആൾക്ക് എന്തെങ്കിലും കാരണവശാൽ പൈസയ്ക്ക് ആവശ്യം പറ്റുന്നെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുക്കാം. അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൃത്യമായിട്ടുള്ളൊരു മെച്യൂരിറ്റി പീരീഡ് പറയുന്നത് കൊണ്ട് തന്നെ കടം കൊടുത്ത ആളെ സംബന്ധിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. അക്കോർഡിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881, a promissory note is an instrument in writing containing an unconditional order taking signed by the maker to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ്. നമ്മൾ ചെക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റൊക്കെ ബാങ്കിൽ പോയിട്ട് വാങ്ങുന്നത് പോലെ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള തുക താൻ വാങ്ങിയിട്ടുണ്ട് എന്നും തിരിച്ചു കൊടുത്തോളാമെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അൺകണ്ടീഷണൽ എഗ്രിമെൻ്റ് കൂടിയാണ് പ്രോമിസറി നോട്ട്. ഇനി പ്രോമിസറി നോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ എഗ്രിമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോമിസറി നോട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പായിട്ട് കൊടുത്തോളാം എന്നുള്ളൊരു പ്രോമിസാണ് പ്രോമിസറി നോട്ട്. സാധാരണയായിട്ട് പ്രോമിസറി നോട്ട് എഴുതുന്നത് പണത്തിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വരിക. അതുപോലെ പ്രോമിസറി നോട്ടിൽ ഈ പ്രോമിസറി നോട്ട് ഉണ്ടാക്കിയ ആളുടെ, അതായത് പൈസ കടം വാങ്ങിയ ആളുടെ സിഗ്നേച്ചർ നിർബന്ധമാണ്. കടം വാങ്ങിയ എമൗണ്ട് തിരിച്ചു തരേണ്ട ഡേറ്റ്, സമയം, സ്ഥലം എന്നുള്ളതൊന്നും പ്രോമിസറി നോട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമല്ല. പക്ഷേ റവന്യൂ സ്റ്റാമ്പ് നിർബന്ധമാണ്. ഇത്രയാണ് പ്രോമിസറി നോട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കധികം പരിചയം ഉണ്ടാവില്ല. ട്രേഡ് ബില്ലും അക്കോമഡേഷൻ ബില്ലും. ബിസിനസ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെയും വിറ്റതിൻ്റെയും ബില്ലിനാണ് ട്രേഡ് ബില്ലെന്ന് പറയാം. ചില അവസരങ്ങളിൽ ഈ ട്രേഡ് ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ ബിസിനസ്സുകൾക്ക് ലോൺ കൊടുക്കും. ചില ആളുകൾ ജാമ്യം നിന്നുകൊണ്ട് എഴുതുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ് അക്കോമഡേഷൻ ബില്ല്. ഈ അക്കോമഡേഷൻ ബില്ലിൻ്റെ ബേസിലും ബാങ്കുകൾ ബിസിനസ്സുകൾക്ക് ലോൺ കൊടുക്കും. അക്കോമഡേഷൻ ബില്ലിൻ്റെ ബേസിൽ ലോൺ എടുത്തിട്ട് അഥവാ ആ ബിസിനസ്സുകാരൻ ആ ലോൺ അടച്ചില്ല എങ്കിൽ ആ ജാമ്യം നിന്ന ആൾക്ക് ആ ലോൺ അടയ്ക്കാനുള്ള ബാധ്യസ്ഥത ഉണ്ട്. ഇത്രയാണ് സാധാരണയായിട്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി കോർ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. ഒരു ബാങ്കിലെ എല്ലാ ബ്രാഞ്ചുകളെയും ഇൻ്റർ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയാം. ഇങ്ങനെ ബ്രാഞ്ചുകളെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ നടത്താൻ കഴിയും. പണ്ടൊക്കെ നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ട് എടുത്തത് ബാങ്കിങ് സേവനങ്ങൾക്കായിട്ട് ആ ബ്രാഞ്ചിനെ തന്നെ സമീപിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ദൂരെ താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ ജോലിക്കൊക്കെ ആയിട്ട് പുറത്തു പോയ ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബാങ്കിങ് സർവീസ് നടത്തണമെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് വരണം. പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ വിഡ്രോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബാങ്കിങ് സർവീസിന്. പക്ഷേ കോർ ബാങ്കിങ് വന്നതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ല. ആ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ നടത്താവുന്നതാണ്. കോർ ബാങ്കിങ് സേവനം വരുന്നതിന് മുമ്പേ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ആ ബ്രാഞ്ചിൻ്റെ കസ്റ്റമർ ആയിരുന്നു അല്ലേ. അയാളുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അക്കൗണ്ടുള്ള ആ ബ്രാഞ്ചാണ്.
പക്ഷേ കോർ ബാങ്കിങ് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അയാൾ ആ ബാങ്കിൻ്റെ കസ്റ്റമർ ആയത്. ഇനി കോർ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ബാങ്കിലെ ബ്രാഞ്ചുകളെ മുഴുവൻ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും നമുക്ക് അക്കൗണ്ട് എൻക്വയറി നടത്താം. അതായത് നമ്മുടെ ബാലൻസ് എത്ര ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മുടെ പൈസ മിസ്സാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പൈസ വരികയാണെങ്കിൽ, അങ്ങനെ എന്ത് തരത്തിലുള്ള എൻക്വയറിയും ഏത് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് നടത്താം. ബാലൻസ് എൻക്വയറീൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും ചെക്ക് മാറണമെങ്കിലൊക്കെ ആ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയാൽ മതി. നമുക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, അതുപോലെ DD എടുക്കണമെങ്കിൽ, ചെക്ക് വാങ്ങണമെങ്കിൽ, ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അതുപോലുള്ള എന്തെങ്കിലും അപേക്ഷ കൊടുക്കണമെങ്കിൽ, ഇതിനൊന്നും നമുക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിലേക്ക് വരേണ്ട ആവശ്യമില്ല. മറിച്ച് ആ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ചെന്നാൽ മതി. ഇത്രയാണ് കോർ ബാങ്കിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം.